ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള ഇന്ത്യയുടെ സ്ക്വാഡിനെ കുറച്ചു മുൻപ് പരിശീലകനായ ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചിരുന്നു. 23 താരങ്ങൾ ഉള്ള ഒരു സ്ക്വാഡായിരുന്നു ഇത്. എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം ഒരൊറ്റ മോഹൻ ബഗാൻ താരം പോലും ഇതിൽ ഇടം കണ്ടെത്തിയിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മോഹൻ ബഗാനിൽ നിന്നും ഒരുപാട് താരങ്ങൾ ടീം ഇന്ത്യയിൽ ഇടം കണ്ടെത്താറുണ്ട്. പ്രത്യേകിച്ച് അഭിഷേക് സിംഗ്, അതുപോലെ തന്നെ സുഹൈൽ ഭട്ട്, സഹൽ, ലിസ്റ്റൺ, സുഭാഷിഷ് ബോസ് തുടങ്ങിയ നിരവധി താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരാണ്. എന്തുകൊണ്ട് അവരെല്ലാം പുറത്തായി എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരം പ്രമുഖ മാധ്യമമായ റവ സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ താരങ്ങൾക്ക് പരിക്കേറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഏറ്റെടുക്കണം. അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തങ്ങൾക്ക് വേണമെന്ന് മോഹൻ ബഗാൻ മാനേജ്മെന്റ് ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ക്ലാരിറ്റി നൽകാൻ ഫെഡറേഷൻ തയ്യാറായില്ല. മാത്രമല്ല, ഇവരെ സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് ഒരു ക്ലാരിഫിക്കേഷൻ തേടിയിരുന്നു. അതായത് ഇന്റർനാഷണൽ ബ്രേക്കിൽ തങ്ങളുടെ ഏതെങ്കിലും താരത്തിന് പരിക്ക് പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും ഫെഡറേഷൻ ഏറ്റെടുക്കും എന്നുള്ളത് എഴുതി തയ്യാറാക്കി നൽകണം എന്നായിരുന്നു മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഫെഡറേഷൻ ഇത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മോഹൻ ബഗാൻ താരങ്ങളെ ടീമിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മോഹൻ ബഗാന്റെ ഒരു സോഴ്സ് നടത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇന്റർനാഷണൽ വിൻഡോയിൽ പരിക്കേറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നഷ്ടപരിഹാരം നൽകാനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിസമ്മതിക്കുകയായിരുന്നു. സാമ്പത്തികപരമായി ഇനിയും റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. താരങ്ങൾക്ക് വേണമെങ്കിൽ സ്വമേധയാ ദേശീയ ടീമിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യാം. പക്ഷേ പരിക്കേറ്റാൽ സാലറി റിസ്ക് മുഴുവനും അവർ തന്നെ വഹിക്കേണ്ടി വരും. ഇതാണ് മോഹൻ ബഗാന്റെ ഒരു സോഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മോഹൻ ബഗാൻ മാനേജ്മെന്റും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ താരങ്ങളെയെല്ലാം ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.